അസ്സലാമലൈക്കും. എല്ലാവരും സുഖമല്ലേ മക്കളെ? എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 3 സ്പൂൺ ഉണ്ടാവും. വലിയ സ്പൂണിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്തി കഴുകി വെച്ചതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായി കാണിച്ചു തരാം. നമ്മൾ തേങ്ങയൊന്നും അരക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. അപ്പം ഇന്ന് ഉണ്ടാക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ ലേശം പരിപ്പ് വെള്ളത്തിലിട്ട് അതൊന്ന് നല്ലപോലെ തിരുമ്മി കഴുകുക. ഒരു കിഴങ്ങെടുത്ത്, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത്, കുറച്ച് ചെറിയ ഉള്ളി എടുത്ത്, ഒരു തക്കാളി എടുത്ത്, ഒരു മുരിങ്ങാക്കായി എടുത്ത്, കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് പകുതി മുറിച്ച് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പൊടികളും സാധനങ്ങളൊക്കെ അതിലേക്ക് വേണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. തേങ്ങയൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. എപ്പോഴും തേങ്ങാക്കറി വെക്കുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ നമുക്ക്. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതാ ഞാനിത് ഈ പരിപ്പ് ഒരു 2 വിസിലടിച്ചിട്ട് വേണം ഇതൊക്കെ ഇടാൻ, അല്ലെങ്കിൽ ഇതൊക്കെ കലങ്ങി പോകും. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ. ഇതിൻ്റെ മുകളിൽ പാകത്തിന് വെള്ളമാക്കിയിട്ട് പരിപ്പിൻ്റെ മുകളിലുള്ള വെള്ളം, ഇത്ര വെള്ളം വെച്ചിട്ട് നമുക്ക് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം ഇതൊക്കെ ഇടാൻ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ട്, ഉണ്ടാക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സബോള അല്ല കേട്ടോ എടുത്ത്, കുഞ്ഞുള്ളിയാണ്. ഒരു എന്താ പറയുക, ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലല്ലേ. ഇത് ഒരു 10-15 ഉണ്ട്. ഒന്ന് നടുവെ ഇങ്ങനെ കീറി വെച്ചതാട്ടോ. അപ്പം നമ്മളിതൊന്ന് അടുപ്പത്താക്കട്ടെ. അതാ നമ്മളെ പരിപ്പ് ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പം ഇനി നമുക്കിത് ഇട്ട് കൊടുക്കുക. ഇതൊരു വിസിൽ മതിയാവേ. ഒറ്റ വിസിൽ വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആവി കളയണം, അല്ലെങ്കിൽ വേവേറും. ഇതെല്ലാം ഒരുമിച്ചാണ്ട് ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഇതിൽ ലേശം വെള്ളക്കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിക്കും. ഇനി നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ലേശം ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു വിസിൽ, ഒറ്റ വിസിൽ. അപ്പോൾ അതാ നമ്മളെ ഒറ്റ വിസിലിന് ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതണ്ട മുരിങ്ങാക്കായും തക്കാളിയും ഒക്കെ വെന്ത് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇടാൻ പോണത് മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വാരിയിടണ്ട, കുറച്ചിട്ടാൽ മതി. ഒരു ചെറിയൊരു ചുവക്ക് മാത്രം. എന്താ ഈ അളവിനായിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതിട്ട് ഇതേ സ്പൂണിന് തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി പിന്നെ ഓരോരുത്തരുടെ പാകത്തിന് ഇടുക കേട്ടോ. അതേ അളവിൽ മുളക് പൊടി ഇട്ട്. കാരണം നമ്മൾ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. പച്ചമുളക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് എന്താ ഇടേണ്ടിയെന്നോ, കുറച്ച് ഒരു പിഞ്ച് പുളിവെള്ളം. കാരണം പുളി ഒരുപാടായി നിന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. ഇനി ഇതൊന്ന് തിളച്ച് ഈ പൊടികളൊക്കെ ഒന്ന് ചൊവയൊക്കെ പോയിട്ട് നമുക്ക് വറവിട്ടാൽ മതി. വറവ് ഇടണം. ഇതൊന്നുണ്ട് തിളക്കട്ടെ. തിളച്ചതിൻ്റെ ചൊവയൊന്ന് പോകട്ടെ.
പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളെ വിശേഷങ്ങൾ? നേരത്തെ ചോദിച്ചതാണ്, അപ്പോൾ എന്തോ മറന്നുപോയി. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. നമ്മൾ കുറച്ചൊരു തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നോണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഇടുമ്പോൾ ഒന്ന് കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണേ. നമ്മൾ സുഖമില്ലാത്ത അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളുള്ളതുകൊണ്ടാണ് ഇടാത്തത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ നല്ലൊരു കറിയാണിത്. കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കായപ്പൊടി ഇടണം. അത് നമുക്ക് വറവിടുമ്പോൾ ഇട്ടാൽ മതി. അത് ഞാൻ പറഞ്ഞു, കുറച്ചും കൂടി സാധനങ്ങൾ ഇതിൽ ചേർക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടില്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളെന്താ ഇനി കറി ഉണ്ടാക്കുക, ഇന്നിപ്പോൾ എന്താ വെക്കുക എന്ന് വിചാരിച്ച് നടക്കണ്ട. നമ്മളെ പെരയിലുള്ളത് എടുത്ത് ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചൊവയും ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കണം. ഉപ്പ് ഞാൻ ലേശം ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ പിന്നെ ഓരോരുത്തരെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയല്ലോ, എല്ലാവർക്കും ഒരേ ഉപ്പ് പറ്റൂലല്ലോ. അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇനി വേണമെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ ഒരു പപ്പടം പൊരിച്ചതോ, ഇനി മീനുണ്ടെങ്കിൽ അതോ ഏതെങ്കിലും ഒന്നും കൂടി ഉണ്ടായാൽ വയറ് നിറച്ച് ചോറാണ് തിന്നാൻ പറ്റും. അപ്പോൾ അത് തിളച്ചൊക്കെ റെഡിയായി വന്നാണ്. നമ്മളിതൊന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനാണ്ട് അടുപ്പത്ത് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് ഒഴിക്കണം കേട്ടോ. അപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അധികം ആൾക്കാർക്ക് തേങ്ങാക്കറി അത്ര ഇഷ്ടമല്ല. എന്നാൽ ഉള്ളവരും ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണേ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ചില പെരയിലൊന്നും ഞാൻ കണ്ടിണ് എന്താണ് മീൻ മുളകിട്ടത് മാത്രം ഉണ്ടാക്കുക, താളിപ്പൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും ഈ കറി. അപ്പോൾ അത് ചൂടായി വന്നു. ഒരു പിഞ്ച് പിന്നെ ഉലുവയും ഒരു 1/4 സ്പൂണ് കടുകിട്ട്. ഇനി നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചിടണം. അതൊന്ന് പൊട്ടി വരും. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇടണം. പിന്നെ നമുക്ക് ഒരു ടേസ്റ്റ് കൂട്ടാനൊരു സാധനം കൂടി അതിൽ ഇടേണ്ടിയുണ്ട്. അത് ഞാൻ പറഞ്ഞു, വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കണം കേട്ടോ. കറിവേപ്പിൻ്റെ ഞാൻ പറഞ്ഞതാണ്, ഒരു നുള്ളു കായം, ഒരു പിഞ്ച് മതി കേട്ടോ. ഇത് നമുക്ക് തീക്കൊണ്ട് വയ്ക്കാം. അപ്പോൾ തീയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കറി. കണ്ടോ, ഞങ്ങൾക്കൊരു പാത്രത്തേക്ക് ഒഴിവാക്കി കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റുണ്ട്. ഞാൻ നോക്കി ആ പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെയും പുളി, ഒരിത്തിരി പുളി ഉണ്ടെന്ന് പറയാമല്ല, അത്രയേ ഉള്ളൂ പുളി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരിക്കൽ കൂടി പറയാണ്, എല്ലാവരോടും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി.